എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ലൂഫിയും സോറോയും അവർ രണ്ടുപേരും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാണ്. സോറോ ആണെങ്കിൽ നടന്ന ഓരോ കാര്യങ്ങളും ഡോഫ്ലമിംഗോയുടെ പ്ലാനുകളും ഒക്കെ ഇപ്പൊ ലൂഫിയോട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും. അപ്പൊ ലൂഫിയുടെ തൊട്ട് പുറകിലായിട്ട് ആ ബെലമി അവനാണെങ്കിൽ ഡോഫ്ലമിംഗോയുടെ വാക്ക് കേട്ട് ഇപ്പൊ ലൂഫിയെ അറ്റാക്ക് ചെയ്യാൻ അവിടെ വന്ന് നിൽക്കുകയാണ്. ആക്ച്വലി ബെലമിയുടെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും ഡോഫ്ലമിംഗോയുടെ ഫാമിലിയിൽ ചേരുക എന്നത് മാത്രമാണ്. മത്സരത്തില് ബെലമിക്ക് ജയിക്കാനായില്ല. സോ ഡോഫ്ലമിംഗോ കൊടുത്ത ഈ ഒരു ടാസ്ക് അതെങ്കിലും എനിക്ക് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ എന്റെ ആഗ്രഹപ്രകാരം എനിക്കും ഡോഫ്ലമിംഗോയുടെ ഫാമിലിയിൽ ഒരു മെമ്പർ ആവാം. ബെലമി ആണെങ്കിൽ ആ സ്ക്വാഡ് എടുത്ത് പതിയെ ലൂഫിയുടെ അടുത്തേക്ക് അടുക്കുകയാണ്. ശബ്ദം ഉണ്ടാക്കാതെ എങ്ങനെയെങ്കിലും ലൂഫിയെ ഡോഫ്ലമിംഗോ പറഞ്ഞതുപോലെ വെട്ടിക്കൊല്ലുക എന്നൊരു ലക്ഷ്യം മാത്രമായിട്ട്. പക്ഷെ അപ്പോഴായിരിക്കും ലൂഫി ബെലമിയെ സപ്പോർട്ട് ചെയ്ത ആ കാര്യം ഇപ്പൊ ബെലമിക്ക് ഓർമ്മ വരിക. അവനെ വേറെ ആരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൂഫി മാത്രമാണ് അവന്റെ പേര് വിളിച്ചതും അവനെ സപ്പോർട്ട് ചെയ്തതും. അങ്ങനെ ഒരാളെ എന്നെ കൊണ്ട് കൊല്ലാൻ കഴിയോ? ഞാനും ലൂഫി ആയിട്ട് യാതൊരു കുഴപ്പമില്ല. സോ എനിക്ക് അവനെ കൊല്ലാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കൈകൾ വിറച്ച് ഇപ്പൊ അവന്റെ കയ്യിൽ നിന്ന് ആ സ്ക്വാഡ് താഴെ പോകും. ആട് നിലത്ത് വീണ ശബ്ദം കേട്ട് ലൂഫി പുറകിലേക്ക് തിരിഞ്ഞു നോക്കും. ആ ഗ്യാപ്പിൽ ബെലമി ആണെങ്കിൽ ഇപ്പൊ ഉഷാറായിട്ട് അവിടുന്ന് ഓടുകയാണ്. ബെലമി ആണെങ്കിൽ ഇപ്പൊ ചുമരിൽ ആഞ്ഞെട്ടിക്കും. ഞാനിനി എന്താ ചെയ്യാ? എനിക്ക് ലൂഫിയെ കൊല്ലാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ വേറൊരുത്തൻ ഇപ്പൊ ബെലമിയുടെ അടുത്തേക്ക് വന്ന് അവനെ കളിയാക്കാൻ തുടങ്ങും. എന്തുപറ്റി? നിനക്ക് ലൂഫിയുടെ അടുത്തേക്ക് പോവാൻ പേടിയാണോ? സത്യത്തില് നീ ഒരു മണ്ടനാണ്. ഡോഫ്ലമിംഗോ പറഞ്ഞത് വിശ്വസിച്ച് ലൂഫിയെ കൊല്ലാൻ നീ ഇറങ്ങി പുറപ്പെട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന്. ബെലമിക്കാണെങ്കിൽ അവന്റെ സംസാരം ഒട്ടും ഇഷ്ടാവില്ല. ബെലമി അവനോട് ദേഷ്യപ്പെടും. അതിനവൻ പറയും, ആക്ച്വലി നിന്നെ കൊല്ലാനാണ് ഡോഫ്ലമിംഗോ എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത്. ലൂഫിയെ നിന്നെ കൊണ്ട് കൊല്ലാൻ കഴിയില്ല എന്ന് ഡോഫ്ലമിംഗോയ്ക്ക് നന്നായിട്ട് അറിയാം. അവരെ ചെറുതായിട്ട് ഒന്ന് ഡൈവേർട്ട് ചെയ്യണം. അതുമാത്രമായിരുന്നു ഡോഫ്ലമിംഗോയുടെ ഏക ലക്ഷ്യം. എനിക്കിപ്പോ നിന്നെ കൊന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അവനിപ്പോ അടുത്തേക്ക് വരും. ബെലമിക്കാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവൻ ഡോഫ്ലമിംഗോയെ അത്രയധികം വിശ്വസിച്ചു ആരാധിച്ചിരുന്നു. അങ്ങനെ ഒരാള് അവനെ ചതിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. ബെലമി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവൻ ചാടി വീണ് ബെലമിയെ അറ്റാക്ക് ചെയ്യാണ്. കട്ട് ചെയ്താ ഇവിടെ ആ ബ്രിഡ്ജ് കാണിക്കും. അവിടെ ഡോഫ്ലമിംഗോയും ട്രഫാൽഗർ ലോയും അവർ രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവരുടെ ഫൈറ്റില് ആ ഒരു ബ്രിഡ്ജ് പൂർണ്ണമായിട്ടും തകർന്നിരിക്കുകയാണ്. ട്രഫാൽഗർ ലോ ആണെങ്കിൽ ഒരു സെക്കൻഡ് പോലും വിട്ടുകൊടുക്കാതെ അറഞ്ചം പുറഞ്ചം ഡോഫ്ലമിംഗോയെ അറ്റാക്ക് ചെയ്യും. അതിന് ഡോഫ്ലമിംഗോ ആളാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ചിരിച്ച് ആ അറ്റാക്കിൽ നിന്നെല്ലാം രക്ഷപ്പെടും. അതിനുശേഷം ആ ബ്രിഡ്ജിന്റെ പാർട്സ് ഉപയോഗിച്ച് ട്രഫാൽഗർ ലോയെ തല്ലി തല്ലി താഴെയിടും. ട്രഫാൽഗർ ലോ വീണ്ടും ഒരുപാട് കഷ്ടപ്പെട്ട് എഴുന്നേക്കുകയാണ്. അവൻ റൂം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ അവന്റെ കയ്യിലിപ്പോ എനർജി ഇല്ല, അവൻ ആരോഗ്യമില്ല. ഒരു ഡീപ് ബ്രെത്ത് എടുത്ത് സകല പവർ ഉപയോഗിച്ച് അവനിപ്പോ ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് ഡോഫ്ലമിംഗോയ്ക്ക് നേരെ പാഞ്ഞടുക്കും. പക്ഷെ ഡോഫ്ലമിംഗോ അവൻ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി ട്രഫാൽഗർ ലോയെ വെട്ടിത്തിരിപ്പിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ലോയ്ക്കാണെങ്കിൽ ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്. അതിന് മുകളിലായിട്ട് അവന്റെ പവർ ഉപയോഗിക്കാൻ കഴിയില്ല. അവന്റെ മുഴുവൻ പവറും ഓൾമോസ്റ്റ് ഡ്രെയിൻ ഔട്ടായി കഴിഞ്ഞു. ഇവിടെ ഡോഫ്ലമിംഗോ അവൻ ലോയെ കളിയാക്കി അവന്റെ അടുത്തേക്ക് വരും. നിന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ രാജ്യത്ത് ടെസ്റോസയിലാണ് നീ ഉള്ളത്. ഇവിടെ വെച്ച് ഞാൻ നിന്റെ കഥ കഴിക്കുമെന്ന് പറഞ്ഞ് അവൻ പാഞ്ഞടുക്കും. ആ സമയത്ത് ഡോഫ്ലമിംഗോയ്ക്ക് ഒരു കോള് വരികയാണ്. ട്രഫാൽഗർ ലോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് എടുത്ത് വെട്ടാൻ ശ്രമിക്കും. അതിന് ഡോഫ്ലമിംഗോ അവന്റെ സ്ട്രിങ് ഉപയോഗിച്ച് ലോയെ ലോക്ക് ചെയ്യും. ഇവിടെ ഫോണിന്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആള് ഇപ്പോ ഡോഫ്ലമിംഗോയോട് പറയും, ആ വയലറ്റ് അവൾ നമ്മളെ ചതിച്ചു. നമ്മുടെ പ്ലാൻസ് ഒക്കെ അവൾ ഓൾറെഡി അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു. അതിന് ഡോഫ്ലമിംഗോ പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എത്രയും വേഗം നിങ്ങൾ സ്മൈൽ ഫാക്ടറിയുടെ മുൻപിലേക്ക് പോകണം. അവിടെ കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഒരു കാരണവശാലും ഫാക്ടറിക്ക് ഒരു പോറൽ പോലും സംഭവിക്കാനായിട്ട് പാടില്ല. ഡോഫ്ലമിംഗോ കോഡ് കട്ട് ചെയ്ത് ഇപ്പൊ ട്രഫാൽഗർ ലോയെ നോക്കും. ഡോഫ്ലമിംഗോയ്ക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ട്രഫാൽഗർ ലോയുടെ പ്ലാന് അത് മറ്റൊന്നുമല്ല, ആ ഫാക്ടറി തകർത്ത് ആ കൈഡായിട്ടുള്ള ഡോഫ്ലമിംഗോയുടെ ബോണ്ടും സെയിലും അതൊക്കെ തന്നെ തകർക്കണം. അവന്റെ കൈകൊണ്ട് ഡോഫ്ലമിംഗോയെ കൊല്ലണം. അതാണ് ട്രഫാൽഗർ ലോയുടെ ഏക ഉദ്ദേശം. അത് മനസ്സിലാക്കിയ ഡോഫ്ലമിംഗോ ഇപ്പൊ അവനെ കൊല്ലാൻ കൈ നീട്ടുകയാണ്. ട്രഫാൽഗർ ലോയ്ക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവും ഇവിടെ വെച്ച് അവൻ മരിക്കാൻ പോവാണെന്ന്. ട്രഫാൽഗർ ലോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവൻ ആ സ്ട്രിങ് പവർ വെച്ച് ഇപ്പൊ ലോയെ ആഞ്ഞടിക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സോറോ ആണെങ്കിൽ ടെൻഷനാവും. സോർ ലൂഫിയോട് പറയും, യു ആർ
അൺബിലീവബിൾ. നീ ഇത്രയും വലിയൊരു സെൽഫിഷ് ആയിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾ എല്ലാവരും നിന്നെ അന്വേഷിച്ച് ഈ ഒരു ഐലാൻഡ് മുഴുവൻ ചുറ്റി നടക്കുകയായിരുന്നു. ഞങ്ങൾ ആരും അറിയാതെ ഈ ഒരു മാൻഷനിൽ മത്സരത്തിൽ പങ്കെടുക്കുകയാണല്ലേ. ഒരു വാക്ക് നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? ഞാനും ഈ മത്സരത്തിൽ പങ്കെടുത്തേനെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും 150 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇവരങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കുന്നത് ചുറ്റുമുള്ള എല്ലാവരും നോട്ടീസ് ചെയ്യും. അപ്പൊ അതേസമയം ഒരു നേവി സോൾജിയർ ആളാണെങ്കിൽ സോറോ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും. അതിനുശേഷം നേവിയുടെ അടുത്തേക്ക് വന്ന് അവൻ തുറന്നു പറയും, മാൻഷന്റെ മുൻപില് ആ സോറയെ ഞാൻ കണ്ടു. അവൻ മാൻഷനിലുള്ള ആരോടോ ഒച്ചത്തിൽ സംസാരിക്കുന്നതായിട്ട് ഞാൻ കേട്ടു. ഉറപ്പായാലും അത് ലൂഫി തന്നെ ആവാനാണ് ചാൻസ്. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോയി അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യണം. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അതിനാ ക്യാപ്റ്റൻ പറയും, നമ്മളിപ്പോ അവിടേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല. ആക്ച്വലി ലൂഫിയെ പോലെ തന്നെ ടെററായിട്ടുള്ള ഒരുപാട് ഭയങ്കര വില്ലന്മാരൊക്കെ ആ മാൻഷനിലുണ്ട്. അപ്പോൾ നമ്മൾ ലൂഫിയെ തേടി ആ മാൻഷനിലേക്ക് കയറി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും ബാക്ക് ഡോർ വഴി രക്ഷപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. നമ്മുടെ ഓരോ സ്റ്റെപ്പും അത് ശ്രദ്ധിച്ച് വേണം മുൻപോട്ടേക്ക് വെക്കാൻ. ലൂഫിയെ മാത്രമല്ല, ന്യൂ വേൾഡിലുള്ള എല്ലാ വില്ലന്മാരെയും നമുക്ക് പിടിക്കണം. അതിന് പറ്റിയൊരു ഓപ്പർച്യൂണിറ്റി അത് ഇതാണ്. അതിനാണെങ്കിൽ ബാക്കിയുള്ള സോൾജിയേഴ്സും ഓക്കെ പറയും. പിന്നീട് മെയിൻ ആയിട്ടുള്ള വില്ലന്മാരുടെ ലിസ്റ്റ് അത് അവർ വായിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സാമുറായി ആളാണെങ്കിൽ ഇപ്പൊ സാഞ്ചിയെ കോണ്ടാക്ട് ചെയ്ത് അവർ ലൂഫിയെ കണ്ടുമുട്ടിയ കാര്യം അത് പറയും. അതിനുശേഷം സാഞ്ചി ആണെങ്കിൽ ഇപ്പോ ഉസോപ്പാൻ ടീമിനെ കോണ്ടാക്ട് ചെയ്യും. അങ്ങനെ ട്രഫാർഗറിലോ ഒഴികെ ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ പരസ്പരം കണക്ട് ആയിരിക്കുകയാണ്. അവർ ഏതൊക്കെ അവസ്ഥയിൽ എവിടെയൊക്കെയാണെന്നുള്ള കാര്യം പരസ്പരം പറയും. ഫ്രാങ്കി ആണെങ്കിൽ ആ ഒരു സ്മൈലി ബിൽഡിംഗ് അത് തകർക്കാൻ പോകുന്ന കാര്യം എല്ലാവരോടുമായിട്ട് പറയും. അത് കേട്ട ഉസോപ്പനാണെങ്കിൽ ഭയങ്കരമായിട്ട് ആവേശം കയറും. ലിയോയും അവന്റെ ഫ്രണ്ട്സും സംസാരിക്കാനായിട്ട് ഓടി വരും. അത് കണ്ട് ഉസോപ്പ് പറയും, ഇത് ചീഫുകൾ തമ്മിലുള്ള ഡിസ്കഷനാണ്. ഇതിനിടയിൽ നിങ്ങളുടെ സംസാരവും ആരോ ഒന്നും കേൾക്കാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അതിനവരും ഓക്കെ പറഞ്ഞ് ഇപ്പൊ പുറകിലേക്ക് മാറും. ഫ്രാങ്കി ആണെങ്കിൽ ആ ടോയ്മാൻ സോൾജിയറിനെ കുറിച്ച് പറയും. അവനാണ് ലിറ്റിൽ പീപ്പിളിനെ എല്ലാവരെയും നയിക്കുന്നത്. ഇവർക്ക് എല്ലാവർക്കും ഡോഫ്ലെമിംഗോയെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നത് മാത്രമാണ് ആഗ്രഹം. ലൂഫിക്ക് മനസ്സിലാവും റബേക്ക പറഞ്ഞ ആ ഒരു ടോയ് സോൾജിയർ അത് തന്നെയാണ് ഫ്രാങ്കി പറയുന്ന ടോയ് സോൾജിയർ. ഫ്രാങ്കി ആണെങ്കിൽ റബേക്കയെ കുറിച്ച് ചോദിക്കും. അതിന് ലൂഫി പറയും, അവളെ ഞാൻ പരിചയപ്പെട്ടു, നല്ല പെൺകുട്ടിയാണ്. അവളുടെ കയ്യിൽ ഒട്ടും ക്യാഷ് ഇല്ലാഞ്ഞിട്ട് പോലും അവളെ കൊണ്ട് പറ്റും പോലെ എനിക്ക് 3 ബോക്സ് ഫുഡ് വാങ്ങി തന്നു. അത്ര നല്ല ഗുഡ് മൈൻഡഡ് പെണ്ണാണ്. അത് കേട്ട് ഫ്രാങ്കി ആണെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം തീർത്ത് പറയും, ട്രഫാർഗറിലോടെ പ്ലാന് അതനുസരിച്ച് എനിക്ക് മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. സ്മൈൽ ഫാക്ടറി അത് ഉറപ്പായിട്ടും ഞങ്ങൾ തകർക്കും. പക്ഷേ കൈഡോ അവൻ ഡോഫ്ലെമിംഗോയെ കൊല്ലുമെന്ന് പറഞ്ഞ് ഡോഫ്ലെമിംഗോയെ വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല. ഞാൻ ഇവരുടെ കൂടെ ചേർന്ന് അവനെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവർക്കെല്ലാവർക്കും ഡോഫ്ലെമിംഗോയോട് അത്രയും വെറുപ്പും പകയുമാണ്. അവർ ഡോഫ്ലെമിംഗോയ്ക്ക് മുൻപ് വരെ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു ഐലാൻഡിൽ കഴിഞ്ഞത്. അവരുടെ കഥയൊക്കെ കേട്ടപ്പോൾ എനിക്കും അവരെ സഹായിക്കണം എന്നൊരാഗ്രഹം തോന്നി. ലൂഫി എന്നല്ല ആര് പറഞ്ഞാലും ഞാനിനി പിന്നോട്ടില്ല. അതിന് ലൂഫി ഫോൺ തട്ടിപ്പറിച്ച് വിളിച്ചു പറയും, ഇനി ഒന്നും നോക്കാനില്ല, എത്രയും വേഗം ആ ഡോഫ്ലെമിംഗോയെ അവരെ തകർക്കണം. അത് കേട്ട് നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര ആവേശം. അപ്പൊ കറക്റ്റ് സമയത്ത് ഇപ്പൊ ഡെസ്റോസയില് വലിയൊരു ശബ്ദം കേൾക്കാണ്. നമ്മുടെ ആൾക്കാരും നേവിക്കാരെല്ലാവരും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ശ്രദ്ധിക്കും. ഡോഫ്ലെമിംഗോയുടെ സ്ട്രിങ് അത് വെച്ച് ആ ഡെസ്റോസയുടെ പല ഭാഗങ്ങളും തകർത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നിമിഷം ആ പാലസിന് മുൻപിലേക്ക് ട്രഫാർഗറിലോ അവനങ്ങനെ അട്ടിച്ചു വീഴുകയാണ്. അവിടെ കൂടെ നിന്ന് നേവിക്കാര്, അവിടെയുള്ള ജനങ്ങള്, നമ്മുടെ ആൾക്കാര് അവരെല്ലാവരും ഇപ്പൊ ട്രഫാർഗറിലോയെ നോക്കും. ട്രഫാർഗറിലോയ്ക്ക് ആൾക്കിപ്പോഴും ജീവനുണ്ട്. ഡോഫ്ലെമിംഗോ ആണെങ്കിൽ ഇപ്പൊ ഗണ്ണെടുത്ത് ലോയെ എയിം ചെയ്യാണ്. അതുകൊണ്ട് ലൂഫി നോ എന്ന് അലറി നിലവിളിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ അറിഞ്ഞം പുറഞ്ഞം ലോയെ ഷൂട്ട് ചെയ്യാണ്. ബുള്ളറ്റ്സ് എല്ലാം ശരീരത്തിൽ ഏറ്റുവാങ്ങി ട്രഫാർഗറിലോ ആളവിടെ മരിച്ചു പോവാണ്. അത് കണ്ട് ലൂഫി അവനങ്ങനെ ഫ്രീസായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.